ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഡേറ്റ് ഓഗസ്റ്റ് 5, സമയം ഏകദേശം 9:07 ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു പ്ലാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇനീഷ്യൽ പ്ലാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ആയിരുന്നു ട്രെൻഡ്, റൈറ്റ്. അപ്പം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സെല്ലിംഗ് എൻട്രിയാണ് എടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു സെല്ലിംഗ് നടന്നിട്ട് പിന്നീട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തു. പിന്നീട് മാർക്കറ്റിൽ ഈ ഒരു സ്ട്രക്ചറാണ് ഫോർമേഷൻ നടന്നുകൊണ്ടിരുന്നത്. ഒന്നുകൂടി നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ഇവിടെ ഒരു ലോ സപ്പോർട്ട് എടുത്ത് ഒരു ലോ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ലോ ആണ്, റൈറ്റ്. അതിന് നമുക്കൊരു ഹയർ ലോ ഞാൻ ഈ ഒരു ടൈം ഫ്രെയിമിൽ ആ രീതിയിൽ കൺസിഡർ ചെയ്തു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ഹയർ ലോ ആണ് മാർക്കറ്റിൽ ഫോർമേഷൻ നടന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാം ബയേഴ്സ് അവിടെ നിന്ന് ഇൻ ചെയ്തിട്ടുണ്ട്, ബയേഴ്സ് പൊസിഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സെല്ലേഴ്സ് ഓൾസോ അവൈലബിൾ ആണ് മുകളിൽ നിന്ന്. ബട്ട് കൺസിഡറിങ് ഈ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് ബയേഴ്സ് കുറച്ചുകൂടി ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ സെല്ലേഴ്സിനൊന്ന് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഞാനൊരു ഇനീഷ്യൽ പ്ലാൻ പറയുന്നത് ഇന്നത്തെ മാർക്കറ്റിൽ ബയേഴ്സ് ആണ് സ്ട്രോങ് എന്നുള്ളത്, റൈറ്റ്. ബയർ ആണ് സ്ട്രോങ് എന്ന രീതിയിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബയേഴ്സ് സ്ട്രോങ് ആവുന്ന സമയത്ത് നോർമലി ഞാൻ ആ ഒരു ബൈയിങ് പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ബട്ട് സ്റ്റിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് കൺഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ആസ് പെർ ആ ഒരു അനാലിസിസ് പ്രകാരം ഞാൻ ഒരു ബൈയിങ് എൻട്രിക്ക് വേണ്ടിയാണ് നോക്കുന്നത് ഇനീഷ്യലി. സോ നോക്കാം എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഓടിക്കേറി ഒരു ട്രേഡ് എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്ത് മാർക്കറ്റിൽ, കാരണം കഴിഞ്ഞ ദിവസം വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കും എങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത്. ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗീസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ബട്ട് റിസെൻറ്റ് ഈ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഈ ഒരു ലോ പോയിന്റ് ജസ്റ്റ് ബ്രേക്ക് ഡൗൺ നടത്തി, ഒരു ഫാൾസ് ബ്രേക്ക് ഡൗൺ നടത്തിയിട്ട് തിരിച്ച് മാർക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുണ്ട്. സോ മേ ബി ഇവിടുന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്. ഒരു ട്രേഡ് ഇവിടുന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുൻപ് ഇനീഷ്യലി പ്രീ മാർക്കറ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് പ്ലാനിനനുസരിച്ചല്ല മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ ഇൻവാലിഡായി. അപ്പോൾ ഇങ്ങനെയൊരു സ്ട്രക്ചർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സ്ട്രക്ചർ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. ഓക്കെ, സോ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്, റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തത് എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ രാവിലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്ലാൻ ഇൻവാലിഡായി. അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് എല്ലാം മാർക്കറ്റിൽ വന്നിരുന്നത്. അപ്പോൾ കറണ്ട് പ്രൈസ് ആക്ഷൻ ഞാൻ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. റീസെൻ്റ്ലി ആ ഒരു ഡേ ലോയിൽ നിന്ന് ഒരു സ്ട്രോങ് റിജക്ഷൻ ബാങ്ക് നിഫ്റ്റി അവിടെ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്, റൈറ്റ്. ഇവിടെ ഒരു സ്ട്രോങ് റിജക്ഷൻ, അല്ലെങ്കിൽ അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിട്ട് എടുക്കാം. കാരണം ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഞാൻ പ്രീ മാർക്കറ്റിൽ പറഞ്ഞവനെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് കൂടുതലും ഈ ലെവലിൻ്റെ താഴെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളാണ്, പ്രോബബിലിറ്റി ആണ് കൂടുതൽ കാണുന്നത്. ആൻഡ് ഓൾസോ ഇന്ന് ആദ്യം ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഒരുപാട് പേര് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് മേ ബി ഇതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളൊരു പ്ലാൻ, അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് പ്രകാരമാണ് ഒരു ട്രേഡ് ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. പ്രീമിയത്തിൽ മാക്സിമം ഒരു 60 to 100 പോയിന്റിനുള്ളിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. ഓക്കെ, അത് ഫിക്സഡ് ആണ് ആസ് പെർ ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട്. എൻ്റെ വ്യൂ മാറുന്നത് ആ ഒരു ക്യാൻഡലിൻ്റെ താഴെ വരുന്ന സമയത്ത്. ടാർഗറ്റ് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് കുറച്ച് നെഗറ്റീവ് ആണ്, റൈറ്റ്. എനിവേ ചെറിയൊരു ലോസ് റണ്ണിങ്ങിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ബുള്ളിഷ് മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ബാങ്ക് നിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് അത്ര ഒരു കോൺഫിഡൻറ്റ് തരുന്നില്ല. സോ ചെറിയ ലോസ് റണ്ണിങ്ങിലാണ്. അപ്പോൾ ഇനി ഞാൻ അധികം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. സോ ഞാൻ ഇവിടുന്ന് ഒരു ലോസ്, ചെറിയ ലോസ്, 50 പോയിൻ്റ് അടുത്ത് ലോസ് ഉണ്ട്. സോ ഞാൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫീൽ ലൈക്ക് ഒരു ഫോഴ്സ്ഡ് ട്രേഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്, റൈറ്റ്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ ട്രേഡിങ് അവോയ്ഡ് ചെയ്യായിരുന്നു. ഈ 2 പോസിബിലിറ്റി ഉണ്ടായിരുന്നു എൻ്റെ മുൻപിൽ. പക്ഷേ ആ ഒരു പാറ്റേൺ, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പാറ്റേൺ കണ്ടതിന് ശേഷമാണ് ഒരു ട്രേഡ് എടുത്തിരുന്നത് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന്. ആൻഡ് മാർക്കറ്റ് ഒന്ന് താഴെ വന്ന് വീണ്ടും ഒന്ന് മുകളിലോട്ട് പോയി. ഞാൻ വിചാരിച്ചു മാർക്കറ്റ് വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. പിന്നീട് മാർക്കറ്റ് ആ സസ്റ്റെയിൻ ചെയ്തില്ല മുകളിൽ. സോ അതുകൊണ്ട് തന്നെ ആ ലോസ് ബുക്ക് ചെയ്തു, റൈറ്റ്. ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി യാതൊരു ഈഗോൻ്റെ ആവശ്യമില്ല. പ്ലാൻ ചെയ്തതിനനുസരിച്ച് ലോസ് ബുക്ക് ചെയ്യാം.
റൈറ്റ്. ലോസിനെ പേഴ്സണലി എടുക്കാതിരിക്കുക. പല ആൾക്കാരും പേഴ്സണലി എടുത്തിട്ട് ഞാൻ മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അത് റിവഞ്ച് ട്രേഡിങ്ങിലോട്ടൊക്കെ പോകും. ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ഓഫ് ദ ബിസിനസ് ആണ്, റൈറ്റ്. അതുപോലെ പ്രോഫിറ്റ് മാർക്കറ്റിൽ വരും, നെക്സ്റ്റ് ഡേ മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് വരും. അപ്പോൾ ആ ഒരു റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം. സോ ഇന്നത്തെ ട്രേഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.